കണ്ണൂർ കോൺഗ്രസിൽ കൂട്ടരാജി. കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി രാജിവെച്ചു. മാടായി കോളേജ് നിയമന വിവാദത്തെ തുടർന്നാണ് കൂട്ടരാജി. കഴിഞ്ഞ ദിവസമാണ് MK രാഘവൻ ചെയർമാനായ കോളേജിൽ DYFI പ്രവർത്തകന് നിയമനം നൽകിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, കണ്ണൂർ കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി പത്മ, മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ തെരുവിലേക്ക് എത്തുന്നു. കോൺഗ്രസിലെ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനമാണ്. അതായത് MK രാഘവന്റെ കോലവും ഏന്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഈ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. മാടായി കോളേജിൽ കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാതെ CPIM പ്രവർത്തകരായ MK രാഘവന്റെ ഉൾപ്പെടെ ബന്ധുക്കളെ നിയമിച്ചു എന്നാരോപിച്ചാണ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് തുടങ്ങിയത്. അതിപ്പോൾ ഒരു തെരുവിൽ പ്രതിഷേധം എന്ന രീതിയിലേക്ക് എത്തുന്നു. MK രാഘവനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് അല്പസമയം മുൻപ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഇന്ന് പ്രത്യേക യോഗം ചേർന്ന് മുഴുവൻ ഈ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും രാജിവെക്കുന്നതായി DCCക്ക് കത്ത് നൽകുകയായിരുന്നു. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ, അതായത് പയ്യന്നൂർ, കല്യാശ്ശേരി, ചെറുപുഴ, പെരിങ്ങോം, മാടായി തുടങ്ങിയ മണ്ഡലം കമ്മിറ്റികളുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ MK രാഘവനെതിരെയും DCCക്കെതിരെയും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുണ്ട്. അവർക്കൊന്നും ജോലി നൽകാതെ CPIM പ്രവർത്തകരായ ആളുകൾക്ക് നിയമനം നൽകുന്നു. ഈ മാടായി കോളേജിന്റെ ചെയർമാനായ MK രാഘവൻ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം നടപടികൾ നടത്തുന്നത്, അതിന് നേതൃത്വം നൽകുന്നത്. അത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ MK രാഘവൻ ഒറ്റുകാരനാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി ടൗണിൽ ഇത്തരം ഒരു പ്രകടനം നടത്തുന്നത്. കൂട്ടരാജിയും പരസ്യമായ പ്രതിഷേധ പ്രകടനവും കോൺഗ്രസ് നേതൃത്വത്തിന് KPCCക്ക് ഇടപെടേണ്ടി വരില്ലേ വിഷയത്തിൽ? തീർച്ചയായും KPCCക്ക് അത്തരമൊരു നടപടിയിലേക്ക് പോകേണ്ടി വരും. കാരണം DCC ഇപ്പോൾ നിലവിൽ ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ 5 പേരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്ന ഘടകങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. നേരത്തെ മധ്യസ്ഥ ചർച്ചകൾ ഉൾപ്പെടെ നടത്തിയിരുന്നെങ്കിൽ പോലും അതിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരം. അത് 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ മാറ്റിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. മാടായി കോളേജിൽ ഇത്തരത്തിൽ CPIM DYFI പ്രവർത്തകരായ ആളുകൾക്ക് നിയമനം നൽകുമ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു പരിഗണനയും ലഭിക്കുന്നില്ല. MK രാഘവന്റെ താല്പര്യം അനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ നടക്കുന്നത്. ചെയർമാനായ MK രാഘവന്റെ താല്പര്യം അനുസരിച്ച് നിയമനം നടത്തുന്നു. അത് കോഴ വാങ്ങിയുള്ള നിയമനമാണ് എന്ന ആരോപണം തന്നെയാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MK രാഘവൻ ഒറ്റുകാരനാണ്. തങ്ങൾ ജീവൻ കൊടുത്തും രക്തം കൊടുത്തുമൊക്കെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഈ മേഖലയിൽ. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച തങ്ങളെ ഒന്നും പരിഗണിക്കാതെ എന്തുകൊണ്ട് CPIM പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ജോലി നൽകുന്നു എന്നതാണ് ഈ പ്രവർത്തകരുടെ ചോദ്യം. വരും ദിവസങ്ങളിലും കൂടുതൽ പേർ രാജിവെക്കുന്നത് ഉൾപ്പെടെ ഈ പ്രതിഷേധം അറിയിക്കുന്ന രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിഖിൽ അളവൂറാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ കോൺഗ്രസിലാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി അപ്പാടെ രാജിവെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതാ പരസ്യ പ്രതിഷേധത്തിലേക്കും കടന്നിരിക്കുകയാണ്. മാടായി കോളേജ് നിയമന വിവാദത്തെ തുടർന്നാണ് കൂട്ടരാജി. MK രാഘവൻ ചെയർമാനായ കോളേജാണ് ഇത്. അവിടെ DYFI പ്രവർത്തകന് നിയമനം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്.